നമസ്കാരം. നിലമ്പൂരിൽ അൻവറിസത്തെയും പിണറായിസത്തെയും തകർത്ത് ജയിച്ചു കയറിയത് സതീശനിസമായിരുന്നു. ജയിക്കാനായി ഏത് കൂട്ടുകെട്ടിനും ഇല്ലെന്ന സന്ദേശം നൽകിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താരമായി എന്നതാണ് വസ്തുത. ആര്യാടൻ ഷൗക്കത്തിന് 10,000 വോട്ടിന്റെ ലീഡാണ് സതീശൻ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അതുക്കും മേൽ ഭൂരിപക്ഷം നൽകി. ഇതോടെ അൻവറിനെതിരെ കൂടുതൽ ശക്തമായി നിലപാടെടുക്കാൻ സതീശന് കഴിയുന്ന സാഹചര്യമുണ്ടായി. എല്ലാ മാധ്യമങ്ങളും നിലമ്പൂരിൽ അൻവർ കരുത്ത് തെളിയിച്ചുവെന്നാണ് പറയുന്നത്. രണ്ട് മുന്നണികളുമായി ഏറ്റുമുട്ടി നേടിയ 19,000-ൽ പരം വോട്ടുകളെ വലിയ മഹത്വമായി ചില മാധ്യമങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ മുൻ MLA എന്ന നിലയിൽ PV പരാജയമായി എന്നതാണ് വസ്തുത. പൂഞ്ഞാറിൽ സ്വതന്ത്രനായി മത്സരിച്ച് ആദ്യം PC ജോർജ് ജയിച്ചു. രണ്ടാം വട്ടം 41,000 വോട്ട് പിടിച്ചാണ് തോറ്റത്. ഇതിനൊപ്പം കഴക്കൂട്ടത്ത് MA വാഹിദിന്റെ സ്വതന്ത്രനായിട്ടുള്ള വിജയം. പാറശാലയിൽ സുന്ദരൻ നാടാർ ജയിച്ചു കയറിയതും സ്വതന്ത്രനായി. വാഹിദും സുന്ദരൻ നാടാരുമെല്ലാം മുൻ MLA എന്ന ലേബലിലാണ് മത്സരിച്ചത്. പത്തനംതിട്ടയിലെ KK നായരുടെ വിജയങ്ങളും ഇതിന് തെളിവ്. എന്നാൽ നിലമ്പൂർ തന്റെ ഉള്ളം കയ്യിലാണെന്ന് പറഞ്ഞ PV അൻവറിന് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയത് വെറും 12% വോട്ടാണെന്നതാണ് വസ്തുത. ഇതോടെ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലായി. നിലപാടിൽ മയം വരുത്തി UDFന്റെ ഭാഗമായി നിൽക്കാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യമെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കളുടെ തീരുമാനം ഇതിൽ പ്രധാനമാണ്. താനല്ല തീരുമാനമെടുക്കുന്നതെന്നും UDF ഒറ്റക്കെട്ടായിട്ടാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്നും സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാട് പ്രധാനമാണ്. അൻവറിന് മുന്നിലെ വാതിലുകൾ അടഞ്ഞുകിടക്കുകയാണെന്ന് സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിനും അൻവറിനോട് താല്പര്യമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവറിനെ UDFന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായി വന്നത് അൻവർ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് പ്രശ്നം വഷളാക്കിയത്. VD സതീശൻ കർശന നിലപാടെടുത്തതോടെ അൻവറിന് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട സാഹചര്യമുണ്ടായി. 19,760 വോട്ടുകൾ നേടിയാണ് അൻവർ നിലമ്പൂരിൽ മത്സരം അവസാനിപ്പിച്ചത്. 11.23% വോട്ടുകൾ വരും ഇത്. അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ ഏക അഭിപ്രായമില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും മുൻ പ്രസിഡന്റ് K സുധാകരനും അൻവറിനോട് മയമുള്ള സമീപനമാണുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്കും ഇതേ നിലപാടാണ്. ചില മുസ്ലിം ലീഗ് നേതാക്കൾക്കും അൻവറിനോട് താല്പര്യമുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് നിഷേധാത്മക നിലപാടാണ്. UDF യോഗം ചർച്ച ചെയ്ത് ഏകകണ്ഠമായ അഭിപ്രായത്തിലെത്തിയാൽ മാത്രമേ അൻവറിന് പ്രതീക്ഷയുണ്ടാകുകയുള്ളൂ. എന്നാൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും AP അനിൽകുമാറുമെല്ലാം അൻവറിന് എതിരാണ്. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന അൻവർ 3-ാം സ്ഥാനത്താണുള്ളത്. അതുകൊണ്ടാണ് അൻവറിനെ UDFൽ എടുക്കില്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കമില്ലെന്നും മുന്നണിയിൽ വിസ്മയകരമായ വിപുലീകരണം ഉണ്ടാകുമെന്നും സതീശൻ അറിയിച്ചു. UDFിലേക്ക് പ്രവേശിക്കാൻ ബേപ്പൂരിലടക്കം മത്സരിക്കാൻ സന്നദ്ധരാണെന്ന തരത്തിൽ അൻവർ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് UDFിലെ വാതിലുകൾ അടച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നത്. കോൺഗ്രസിലെ മുസ്ലിം ലീഗിലും ഒരു വിഭാഗം ഇപ്പോഴും അൻവറിന് വേണ്ടി ചരടുവലി നടത്തുന്നുണ്ട്. ഇതാണ് സതീശൻ തള്ളുന്നത്. അൻവറിന്റെ കാര്യത്തിൽ തിടുക്കം വേണ്ടെന്നും വിശദ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുത്താൽ മതിയെന്നുമാണ് മുസ്ലിം ലീഗിലെ ഔദ്യോഗിക വിഭാഗത്തിന്റെ അടക്കമുള്ള ഘടകകക്ഷികളുടെ നിലപാട്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് നേടിയ മിന്നും വിജയം അൻവറിന്റെ പ്രസക്തി കുറച്ചുവെന്നാണ് വിലയിരുത്തൽ. ഇത് തന്നെയാണ് സതീശനും പരസ്യമായി പറയുന്നത്. അൻവറിനെ ഒപ്പം കൂട്ടുന്നത് ഭാവിയിൽ തലവേദനയാകുമെന്ന് ഘടകകക്ഷി നേതാക്കളിൽ ചിലർ മുന്നണിയിൽ അറിയിച്ചിട്ടുണ്ട്. വിലപേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങാൻ കഴിയില്ലെന്നും PV അൻവറിന് മുന്നിൽ വാതിലടയ്ക്കാനുള്ള തീരുമാനമെടുത്തത് UDF ആണെന്നും സതീശൻ പറഞ്ഞു. അൻവറിനെ ആരും ചവിട്ടി പുറത്താക്കിയതല്ല. തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും അൻവർ എനിക്കെതിരെ നിരന്തരം സംസാരിച്ചിരുന്നു. ഒരക്ഷരം പോലും ഞാനോ UDF നേതാക്കളോ തിരിച്ചു പറഞ്ഞില്ല. UDFന്റെ തീരുമാനം പുനഃപരിശോധിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും സതീശൻ പറഞ്ഞു. UDFന്റെ മുൻഗണനാ വിഷയങ്ങളിൽ നിലവിൽ അൻവർ ഇല്ല. ഒപ്പം കൂട്ടേണ്ടെന്നത് UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്. ആവശ്യമെങ്കിൽ ഉചിതമായ സമയത്ത് അൻവറിന്റെ കാര്യം പുനഃപരിശോധിക്കുമെന്നും സതീശൻ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDFന് സഹായകമായില്ലെന്നും VD സതീശൻ പറഞ്ഞു. കടുത്ത വെല്ലുവിളിയാണ് നിലമ്പൂരിൽ നേരിട്ടത്. ടീം UDF ആണ് വിജയത്തിന്റെ പ്രധാന ഘടകം. UDFന്റെ മികച്ച രണ്ടാം നിര നേതൃത്വം ചെറുപ്പക്കാരെ വലിയ തോതിൽ സ്വാധീനിച്ചു. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യമാണ് വിജയത്തിലേക്ക് നയിച്ച മറ്റൊരു ഘടകമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നൊരുക്കം നടത്തിയില്ലെങ്കിൽ എത്ര മികച്ച സ്ഥാനാർത്ഥിയാണെങ്കിലും ജയിക്കാൻ സാധിക്കില്ല. പല രീതിയിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അത് പല രീതിയിൽ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. പലർക്കും പല നിലയിൽ അതിന്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. സംഘടനാപരമായ കാര്യങ്ങളടക്കം ചർച്ച നടക്കുന്നുണ്ടെന്നും VD സതീശൻ പറഞ്ഞു.